ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. E10Cയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മളിപ്പം ബോംബെയിൽ ഇന്ന് ചെമ്പൂരാ കാണിക്കുന്നത്. ചെമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലില്ല. എന്നത്തെയും പോലെ ചെമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ട്രെയിനിന് വരികയാണ് സൗകര്യം. അതുകൊണ്ട് അധികവും ബോംബെ കാണിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ചെമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി നമുക്ക് ചെമ്പൂര് കാണാം. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളിലും. വൈകുന്നേരം ഇപ്പൊ 6:30 മണിയായതുകൊണ്ട് നല്ല തിരക്കാണ്. ഓഫീസ് കഴിഞ്ഞ് പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരും വരുന്ന ആൾക്കാരെല്ലാം, അതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതാണ് ചെമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ആ ബോർഡ് കാണാൻ കുറച്ചൊരു പണിയായിരിക്കും, കാരണം അവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട്. ഏതായാലും ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. പഴയ സ്ഥലമാണ് ചെമ്പൂര്. ഇവിടെ പണ്ടെല്ലാം ഒരുപാട് മലയാളികൾ താമസിച്ചിരുന്നു. ഇപ്പൊ പ്രോപ്പർട്ടിക്കെല്ലാം ഡിമാൻഡ് കൂടിയോണ്ട് ഇവിടുന്ന് വിറ്റിട്ട് കുറെ ഔട്ടറിലേക്ക് പോയി. നവി മുംബൈ, താനെ, അതുപോലെ വാശി, നെറൂൾ, കല്യാൺ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആളെത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ വഴിയോര കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു, ഈ റോഡ് സൈഡിലും ഫുട്പാത്തിലും. അപ്പോ ആള് വന്ന് എന്നോട് ചോദിച്ചിരുന്നത് വീഡിയോ എടുക്കുന്നതെന്ന്. അത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കാനാണോ അങ്ങനെ എന്താണോ ചോദിച്ചത് എന്നോട്. അപ്പൊ സംഗതി ഇവിടെ പോലീസ് വന്ന് എല്ലാരും സാധനങ്ങളെല്ലാം എടുത്ത് ഓടി. റോഡ് സൈഡിന് ഇങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ ഈ കച്ചവടങ്ങളെല്ലാം ഇല്ലീഗലാണ്. അതിങ്ങനെ ഇവിടുത്തെ കോർപ്പറേറ്റർക്കോ അല്ലെ അവരെ ആൾക്കാർക്കെല്ലാം പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫുട്പാത്ത് ഉപയോഗിക്കാൻ തന്നെ പറ്റൂല മര്യാദക്ക്. എല്ലാ സ്ഥലത്തും, ബോംബെയിലെ എല്ലാ സ്ഥലത്തും ഫുട്പാത്ത് കയ്യേറിയിട്ട കച്ചവടം മുഴുവനും. കംപ്ലൈന്റ് ഒരുപാട് പോകുന്നുണ്ട്, കേസ് ഒരുപാടുണ്ട്. എന്നാലും ഇതെല്ലാം കറപ്ഷനാണ് ഇതിന്റെ മെയിൻ പ്രശ്നങ്ങള്. അപ്പോ ആളെ കാത്തുക, ആളിതുവരെ എത്തിയിട്ടില്ല. ഏതായാലും ആള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെമ്പൂര് പുറത്തെല്ലാം കാണാം. സമയം 6:30 കഴിഞ്ഞു, കുറച്ച് ഇരുട്ടാവുകയും ചെയ്തു. ഇത് ചെമ്പൂര് ഈസ്റ്റ് ആണ്. ഞാൻ പറയാം, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈസ്റ്റും വെസ്റ്റും എക്സിറ്റ് ഉണ്ട്. ഈസ്റ്റിലാണ് ഒരുവിധം ഷോപ്പിംഗ് കോംപ്ലക്സസ്, സ്മോൾ തിയേറ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും ഈസ്റ്റിലായില്ല. വെസ്റ്റിൽ അങ്ങനെ കാര്യമായിട്ടില്ല. വെസ്റ്റിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ ഉടനെ കാര്യമായിട്ട് ഇല്ല, ഒന്നുമില്ല. അധികം റെസിഡൻസ് ആണ്. അപ്പൊ ഈസ്റ്റിലാണ് മെയിനായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാലില്ല. ചെമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്താണ് ഇല്ല. ഇത് വേണ്ട, ഇത് ചെമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ബോർഡ്. ഇത് ഈസ്റ്റ് ആണ്. ചെമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഈസ്റ്റ്. സമയം വൈകുന്നേരം 7 മണി. 7 മണീന്റെ തിരക്ക് വേണ്ട. നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങുമ്പോ ഇവിടെയെല്ലാം ബർഗർ, സാൻഡ്വിച്ച്, വടപ്പാവ്, ഷേക്സ്, ഇങ്ങനെയുള്ള കടകളാണ്. അതിന്റെ അവിടെ കഴിക്കാനുള്ള തിരക്കാണിത് ഈ കാണുന്നത്. എല്ലാം കടകളാണ്. മാങ്ങേന്റെ സീസണായി. ഇപ്പൊ മാങ്ങ വന്നു തുടങ്ങി.
മാംഗോ ഷേക്ക് ഇവിടെ 10 രൂപ തൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. 10 രൂപ തൊട്ട് മാംഗോ ഷേക്ക് കൊടുക്കുന്നുണ്ട്. ഇത്ര കുറവിൽ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റിയ കരിമ്പ് ജ്യൂസാണ്. ഫ്രഷ് കരിമ്പ് ജ്യൂസ് എല്ലായിടത്തും ഉണ്ട്. ഏകദേശം 20 റുപ്യ ഒരു ഗ്ലാസ്സിന് വെച്ചിട്ട് കരിമ്പ് ജ്യൂസ്. അപ്പൊ ചെമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്താണ് ഇത്. എല്ലായിടത്തും വഴിയിൽ റോഡുകളെല്ലാം ഇങ്ങനെ റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫുട്പാത്തിലെല്ലാം കച്ചവടങ്ങളാണ്. ഇതിപ്പോ പോലീസ് നിൽക്കുന്ന കണ്ടില്ലേ, ഒഴിപ്പിക്കുന്നില്ല ആരെയും. മുനിസിപ്പാലിറ്റി വന്നാൽ ഇതെല്ലാം എടുത്ത് ഓടും. കോർപ്പറേറ്റർക്ക് പൈസ കിട്ടും, പോലീസിന് പൈസ കിട്ടും, എല്ലാവരുടെ പൈസ മേടിക്കും. എന്നാലും മുനിസിപ്പാലിറ്റീന്റെ ആരെങ്കിലും ചെക്കിങ് വന്നു കഴിഞ്ഞാൽ എല്ലാം കെട്ടിപ്പൂട്ടി ഓടുകയും ചെയ്യും. അവർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പൊ ഇത് ചെമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള കാഴ്ചകളാണ്. എല്ലാത്തരം കച്ചവടങ്ങളുണ്ട്. ഈസ്റ്റിലാണിത്, ഈസ്റ്റില് ലോട്ടറി കച്ചവടം. എല്ലായിടത്തും മാങ്ങയാ. ഇപ്പം ഒരു സ്റ്റീൽ കട കണ്ടോ, മുരുകൻ സ്റ്റീൽ. തമിഴന്മാര് നടത്തുന്ന സ്റ്റീൽ കടയാ. നല്ല തിരക്കാ ഇവിടെ, നല്ല കടയത്. എല്ലാ സാധനങ്ങളും കിട്ടും. റോഡ് സൈഡ് ഫുട്പാത്തിലാണ് എല്ലാ കച്ചവടങ്ങളും. അപ്പൊ നമുക്ക് തിരിച്ച് മറ്റേ ഭാഗത്തേക്ക് പോവാം. ഇതിപ്പോ വീഡിയോ ഇവിടുന്ന് എടുക്കുന്നതല്ല. ഇത് പ്രശ്നം എന്ന് വെച്ചാല് ആള് സംശയമാണ് ഇതിവിടെ വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാനാണോന്ന് ഇല്ല സംശയങ്ങളാ ചോദിക്കുന്നത്. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരും എല്ലാം നമ്മളെ സംശയം കൊണ്ടാണ് നോക്കുന്നത്. ഇവൻ വീഡിയോ എടുത്ത് വല്ല കംപ്ലൈന്റ് കൊടുക്കാനാണോ? കാരണം ഇങ്ങനെ വീഡിയോയിൽ എടുത്തിട്ട് നേരെ കംപ്ലൈന്റ് എല്ലാം പോകുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിലെല്ലാം വരുമ്പോൾ ട്രെയിനിൽ നിന്ന് പാൻട്രി ഭാഗത്ത് നിന്നെല്ലാം വീഡിയോ എടുക്കുമ്പോൾ പ്രശ്നങ്ങളാ. അവര് എന്തിനാ വീഡിയോ എടുക്കുന്നത്, ആരാ വീഡിയോ എടുക്കാൻ പറഞ്ഞ്, എന്താവശ്യമാണിത് എന്നെല്ലാം ചോദിച്ചിട്ട് അവര് ഇങ്ങോട്ട് കുറെ ചോദ്യങ്ങളാണ് നമ്മളോട് പാൻട്രിന്ന്. അതുപോലെ കുറച്ച് ദിവസം മുമ്പേ ഗാഡ് കോപ്പർ അവിടുന്ന് ഇതേപോലെ വീഡിയോ എടുക്കുമ്പോൾ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊന്നും എവിടെയോ എഴുതി വെച്ചിട്ടില്ല. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് എന്നുള്ള ബോർഡൊന്നുമില്ല. പക്ഷേ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് പറയാണ് നമ്മളോട് വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ തന്നെ ബസ് സ്റ്റോപ്പും ഉണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബസ്സിന് ഇവിടെ ചാർജ് കുറവാണ്. മിനിമം ചാർജ് 5 രൂപ. നോൺ AC ബസ്സിന് എൻ്റെ ഒരു ഉദ്ദേശം 7 രൂപയാണെന്ന് തോന്നുന്നു AC ബസ്സിന്. അപ്പൊ ഈ കാണുന്ന ചോപ്പ് ഇലക്ട്രിക് ബസ്സാ. AC ബസ് അധികവും ഇലക്ട്രിക് ബസ്സാ. അധികമല്ല, എല്ലാം തന്നെ ഇലക്ട്രിക് ബസ്സാ. മിനി ബസ്സും ഉണ്ട്, ഈ ലോങ് ബസ്സും ഉണ്ട്. അപ്പം ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ ജംഗ്ഷൻ. പ്രോപ്പർട്ടിക്ക് നല്ല പൈസയാണ് ഇവിടെ. ഞാൻ കാണിച്ച ഗാഡ് കോപ്പർ പോലെ തന്നെ ചെമ്പൂര് പ്രോപ്പർട്ടിക്ക് പൈസയാണ്, നല്ല വിലയാണ്. 1 BHK ഇപ്പം പുതിയെല്ലാം മേടിക്കുമ്പം അബൌ 90 lakh 80
85, 90, 1 crore എല്ലാം ഇപ്പൊ ചുരുങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ. ആള് ട്രെയിൻ ഇറങ്ങി വരുന്ന തിരക്ക് കണ്ടോ സ്റ്റേഷന്റെ പുറത്തുനിന്ന്. ശനിയാഴ്ച എല്ലാം നല്ല തിരക്ക. ഉത്സവത്തിന്റെ ആളെ ഇവിടെ മുട്ടി നടക്കേണ്ടി വരും ശനിയാഴ്ച. അത്രയും തിരക്കാ ഇവിടെ നിന്ന് മാത്രമല്ല, ഇതേപോലെ ബാൻഡ്ര, കുർള, അന്തേരി, സായൻ ഇങ്ങനെയുള്ള മെയിൻ ഏരിയകളിലെല്ലാം തിരക്കാം. എല്ലാ മാർക്കറ്റും എല്ലാ കൊമേഴ്ഷ്യൽ ഏരിയകളിലെല്ലാം തിരക്കാം. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിലെല്ലാം പുറത്തിറങ്ങുന്ന സ്ഥലങ്ങളിൽ. അപ്പോ ഞാൻ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചെമ്പൂരിന്റെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, പക്ഷെ എല്ലായിടത്തും നമുക്ക് എത്താൻ പറ്റിയെന്ന് വരൂല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സ്റ്റേഷൻ പരിസരത്തുള്ള വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ, കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ ഫ്രോം ചെമ്പൂർ, മുംബൈ.